അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക. നമ്മുടെ പുതിയൊരു സംരംഭമാണ്. ഓക്കെ, UK വന്ന് ചെറിയ രീതിയിൽ സംരംഭം ചെയ്ത് എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്ക്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മാഞ്ചസ്റ്റർ വന്നപ്പോൾ ഒത്തിരി നാളായിട്ട് നമ്മൾ കേട്ടായിരുന്നു ഇവിടെ ഒരു മലയാളി മീൻകട തുടങ്ങിയ കാര്യം. അപ്പോൾ ജസ്റ്റ് ഇന്ന് ആ മീൻകടയും കണ്ട്, ഇത് വന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വിതിൻ ഷോ, നമ്മുടെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 2 മൈൽ താഴെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഷോപ്പും ഇതിൻ്റെ ഓണറിനെയും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ, ഇവിടെ എന്തൊക്കെ മീനുണ്ടെന്ന് ഇവിടെ ഒന്ന് നോക്കിയാലോ. ബാ, ജസ്റ്റ് ഒന്ന് ഇൻട്രോ ചെയ്യാമോ? ഹായ്, എൻ്റെ പേര് എബിൻ. ഞാൻ എൻ്റെ ഫ്രണ്ട് മെബിൻ എന്ന ഒരാളുടെയാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. ആൾ ഇന്ന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ആളൊരു അരമണിക്കൂറിൽ എത്തും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങളൊരു മന്താവുന്നു. ആൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡെലിവറി മാത്രമാണ് നോക്കിയായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഷോപ്പായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. കസ്റ്റമേഴ്സ് എല്ലാവരും കണ്ട് വന്നെടുക്കാൻ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അറിയാമല്ലോ, അതുപോലെ എല്ലാവരും കണ്ട് വന്നെടുക്കാനാണ് കൂടുതലും ഇപ്പോൾ പ്രിഫർ ചെയ്യണേ. അപ്പം ഇതിപ്പോൾ ഈ ഷോപ്പ് ഇവർ ഓൺലൈനിൽ ബിസിനസ് ചെയ്തു. അങ്ങനെ ആളുകൾക്കുടെ ഫീഡ്ബാക്കും എല്ലാം കഴിഞ്ഞപ്പം ഒരു ചെറിയ ഷോപ്പ് എടുത്തപ്പോൾ ഇവിടെ തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മീനുകളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് UK കിട്ടുന്ന പോലെ ഫ്രോസൺ ഐറ്റം അല്ല, നമ്മുടെ നാട്ടിലെ മീനുകളാണ്. ഒന്ന് പറയാമോ? നാട്ടിലെ ഒട്ടുമിക്ക മീനും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ള മീനിൽ അയിലയുണ്ട്, വെള്ളാവോലിയുണ്ട്, കറുത്താവോലിയുണ്ട്, മഞ്ഞാവോലിയുണ്ട്, കരിമീനുണ്ട്. അതേപോലെ ഇവിടെ കിളിമീൻ വരുന്നുണ്ട്, ചെമ്പല്ലി വരുന്നുണ്ട്, ശീലാവ് വരുന്നുണ്ട്, കിങ് ഫിഷ് വരുന്നുണ്ട്, നെയ്മീൻ, പിന്നെ വറ്റ, പിന്നെ ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ സീ ബ്രീമും ഉണ്ട്, പിന്നെ കൊഴുവ, ചെമ്മീൻ, ഞണ്ട്, പിന്നെ തലയും ഞങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ട് തലക്കറി വയ്ക്കാനായിട്ട്. തലക്കറി വയ്ക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താറാവ് മുട്ട ഉണ്ട് ഇവിടെ. താറാവ് മുട്ടയുണ്ട്, കോയിൽ നമ്മുടെ കാടാമുട്ട വരുന്നുണ്ട്, പിന്നെ നാടൻ മുട്ട ഓർഗാനിക് എഗ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാർട്ടി ഓർഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യും. നമുക്ക് ആസ് പെർ ദ ഓർഡർ ആണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്തത്. ഓരോ ഏരിയ വെച്ചിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം ഞങ്ങളിപ്പോൾ ഒരു 5-6 ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ സാൽഫോർഡ്, അതേപോലെ മാഞ്ചസ്റ്റർ, പിന്നെ മെക്കൻഫീൽഡ് വരുന്നുണ്ട്, പിന്നെ വിത്ത് ചർച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങനെ ഗ്രൂപ്പുകൾ ഇട്ടിട്ട് ആ ഗ്രൂപ്പിൽ പ്രീ ഓർഡർ എടുക്കും. പ്രീ ഓർഡർ എടുത്ത് നമ്മളൊരു ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിലേക്കാണ് നമ്മൾ ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്ത് തരുന്നത്. പിന്നെ അതേപോലെ ചിലവർക്ക് ഇപ്പോൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ കൂടുതൽ വന്ന് കണ്ടെടുക്കാനായിട്ട് താല്പര്യമുള്ളതാണ് ഞങ്ങളിപ്പോൾ ഷോപ്പാക്കിയേക്കുന്നത്. ശരിക്കും നമുക്ക് ഡെലിവറി നിങ്ങൾ ചെയ്യണമെന്ന് പറയണം. അപ്പം എത്ര മൈൽ ചുറ്റളവിലാണ് ഡെലിവറി ചെയ്യണത്? ഞങ്ങളിപ്പോൾ ഡിപ്പെൻസ്, ഇപ്പോൾ എന്താ അധികം ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ചെയ്യാൻ കുഴപ്പമില്ല. എല്ലാ ആഴ്ചയും വന്ന് മേടിക്കാറുണ്ട്. മീൻകറി വെക്കാൻ തോന്നുമ്പോൾ വന്ന് മേടിക്കാൻ, നടന്നു വരണ ദൂരമുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ടെൻഷനില്ല, പ്ലാൻ ചെയ്തൊന്നും മേടിക്കേണ്ട. അപ്പം എല്ലാ ദിവസവും തുറക്കണോണ്ട് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നല്ല മീനാണ്, നമുക്ക് നാട്ടിലുള്ള പോലെ കിളിമീനും അയലൊക്കെ എല്ലാം കിട്ടും. ഇഷ്ടമുള്ള മീൻ കിട്ടും. ഇവിടെ വന്നപ്പോൾ തന്നെ അങ്ങനെ മീനൊന്നും മേടിക്കാറില്ല. സാൽമണും സീബാസൊക്കെ മേടിക്കാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള മീൻ നാട്ടിലെ പോലെ മീൻ കുറച്ച് 1/2 കിലോ, 1 കിലോ, 2 കിലോ അങ്ങനത്തെ അളവിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായാലും നമുക്ക് വന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട്. 9 മണി വരെ കട തുറക്കും, രാവിലെ 9 തൊട്ട് തുറക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് മേടിക്കാൻ കട ഓപ്പണാണ്. മീൻ എന്തായാലും വേണോ? ഈസ്റ്ററിന് കൂടുതൽ ഇറച്ചി. നമ്മുടെ ഷോപ്പിൽ നല്ല മീറ്റ് അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് മീറ്റും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ബഫല്ലോ മീറ്റ് ആണ് വരുന്നത്. ബഫല്ലോ മീറ്റ് 2 കിലോന്റെ ബാഗ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബഫലോന്റെ ബ്രിസ്ക്കറ്റ്, നമ്മുടെ നാട്ടിൽ എല്ല് കപ്പയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബ്രിസ്ക്കറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന നോർമൽ ബീഫ് അവൈലബിൾ ആണ്. എല്ലാം 2 കിലോ ബാഗ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബീഫിന്റെ ബ്രിസ്ക്കറ്റ് അവൈലബിൾ ആണ്. താറാവ് അവൈലബിൾ ആണ്. ഇവിടുത്തെ നാടൻ താറാവാണിത്. നാടൻ കോഴി, അത് പൂവൻ കോഴിയാണ്. വിത്ത് കഴുത്ത്, പൂവ് എല്ലാം അടക്കമാണ് വരുന്നത്. വിത്ത് പാക്ക് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് കാടക്കോഴികൾ വരുന്നുണ്ട്. കാടക്കോഴിയുടെ ഇറച്ചി വരുന്നുണ്ട്. പിന്നെ മാനിറച്ചി നമ്മുടെ നാട്ടിൽ കിട്ടില്ല, പക്ഷെ ഇവിടെ ഇത് സുലഭമാണ്. മാനിറച്ചി അവൈലബിൾ ആണ്. അതും 2 കിലോന്റെ ബാഗായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് കാട്ടുപന്നിയുടെ ഇറച്ചി. ഇവിടെ വൈൽഡ് ബോർ എന്ന് പറയും. ഇങ്ങനെ നല്ല ചോരയോടുകൂടിയാണ് വരുന്നത്. പിന്നെ അടുത്തതാണ് നമുക്ക് ക്ലീൻഡ് ബോട്ടി. നമ്മുടെ നാട്ടിലെ ബോട്ടി പോലെ തന്നെ നല്ല ക്ലീൻ ചെയ്ത് വരുന്ന ബോട്ടിയാണ്. ഇതും 2 കിലോന്റെ ബാഗ് അവൈലബിൾ ആണ്. പിന്നെ മൊയിൽ ഇറച്ചി വരുന്നുണ്ട്. ക്ലീൻ ചെയ്ത് വരുന്ന മൊയിൽ വിത്ത് ഹെഡാണ് വരുന്നത്. ഹെഡില്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. ഇതിങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കടയിൽ വന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഇറച്ചി സാധനങ്ങളെല്ലാം മേടിച്ച് ഈസ്റ്റർ ആഘോഷിക്കുക. അതിന്റെ കൂടെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു.
ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ പോസ്റ്റ് കോഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബോർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക. നമ്മുടെ പുതിയൊരു സംരംഭമാണ്. ഓക്കെ, UK വന്ന് ചെറിയ രീതിയിൽ സംരംഭം ചെയ്ത് എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് ചാനൽ. ബൈ.